ലഡാക്കിൽ പോകുന്ന മലയാളികളെല്ലാം മിക്കവാറും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഹെമിസ് മൊണാസ്ട്രി. ചില മലയാളി യാത്രികരുടെ വിശദീകരണം കേട്ടാൽ ചിരി വരും. അന്ധൻ ആനയെ കണ്ടതുപോലെയാണ്. ഇത് വളരെ റിച്ചാണ്, ബുദ്ധിസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാം, കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, കുറേ ലാമമാരുണ്ട് എന്നതൊക്കെ. എന്നാൽ ഹെമിസ് മൊണാസ്ട്രിയുടെ ഏറ്റവും വൈശിഷ്ട്യം ഇതൊന്നുമല്ല. അത് യേശുക്രിസ്തു വന്ന് അധ്യയനം ചെയ്ത ഭാരതത്തിലെ ഏക ആധ്യാത്മിക കേന്ദ്രം എന്ന നിലയിലാണ്. ടിബറ്റൻ ബുദ്ധമതത്തിലെ ദ്രുക്പ വിഭാഗമാണ് ഈ മഠം സ്ഥാപിച്ചത് എന്നതാണ് പുതിയ ചരിത്രം. എന്നാൽ 1672 ലഡാക്കിലെ അന്നത്തെ രാജാവ് സെൻഗെ നംഗ്യാൽ ഈ മഠം നവീകരിക്കുകയും അതിൻ്റെ ചുമതല ദ്രുക്പ വിഭാഗത്തെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ടിബറ്റൻസ് പരക്കെ വിശ്വസിക്കുന്നത്. അതിനു മുൻപ് അതിപ്രതാപത്തിൽ നിന്ന കാലത്തിന് ശേഷം മഠം ഏതാണ്ട് മൃതപ്രായമായിരുന്നു. 1894 റഷ്യൻ പത്രപ്രവർത്തകനായ നിക്കോളാസ് നോട്ടോവിച്ച് ഹെമിസ് മഠം സന്ദർശിച്ചപ്പോൾ അവരുടെ സന്ദർശക പുസ്തകത്തിൽ ഈസ നസ്രായേൽ എന്ന് കണ്ടിരുന്നുവെന്നും മഠത്തിലെ മറ്റു ചില പുസ്തകങ്ങളിൽ ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിലായ വിവരണം ഉണ്ടായിരുന്നു എന്നും അവകാശപ്പെട്ടു. അതായത് യേശുക്രിസ്തു തൻ്റെ ലോസ്റ്റ് ഇയേഴ്സ് എന്ന സമയത്ത്, കൗമാരത്തിന് ശേഷം അദ്ദേഹം തിരികെ ജെറുസലേമിൽ എത്തുന്നതിനിടയ്ക്കുള്ള കാലം ആധ്യാത്മിക പഠനത്തിനായി ഇവിടെ വന്നിരുന്നു എന്ന്. അതിനുശേഷം പാശ്ചാത്യ ലോകത്ത് ഇത് പരക്കെ വിമർശിക്കപ്പെടുകയും ഇതിൻ്റെ ആധികാരികത ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് സ്വാമി അഭേദാനന്ദ ഈ രേഖകൾ കണ്ടതായി അവകാശപ്പെട്ടത്. ഈ രേഖകൾ അവസാനമായി കണ്ടതായി പറയപ്പെടുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ജമ്മു ആൻഡ് കാശ്മീരിലെ ടൂറിസം ഡയറക്ടർ ജനറലായിരുന്ന എം അഷ്റഫാണ്. അതിനുശേഷം ആരും ഈ രേഖകൾ കണ്ടതായി എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ സംഭവിക്കാനുള്ള കാരണമായി ഇപ്പോൾ പറയപ്പെടുന്നത് ഇപ്പോഴത്തെ മഠത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ദ്രുക്പ വിഭാഗം രൂപീകരിച്ചത് തന്നെ 13-ാം നൂറ്റാണ്ടിലാണ്. അവർ സ്ഥാപിച്ചതാണ് ഹെമിസ് മൊണാസ്ട്രി എന്ന് വരുത്തി തീർക്കണമെങ്കിൽ അതിനു മുൻപ് മഠത്തിനൊരു ചരിത്രമില്ല എന്ന് വരുത്തേണ്ടിയിരിക്കുന്നു. അതായത് ചരിത്ര പുനർനിർമ്മിതിയിൽ നമുക്ക് ആ പാരമ്പര്യം കൈമോശം വന്നുപോയി എന്ന്. എന്താ പറയുക അല്ലേ? പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലഡാക്ക് യാത്രയിൽ ഹെമിസ് മൊണാസ്ട്രി ഉൾപ്പെടുത്താൻ ഒരു കാരണവശാലും മറക്കരുത്. കാരണം മലകൾക്കിടയിൽ മറച്ചുവെച്ച ആധ്യാത്മിക വിജ്ഞാന കേന്ദ്രമാണ് ഇത്. കൂടാതെ യേശുക്രിസ്തു താമസിച്ചു പഠിച്ച സ്ഥലവും അദ്ദേഹം നടന്ന ഇടനാഴികളിലും ഇടവഴികളിലൂടെയുമാണ് നിങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ശുഭയാത്ര നേരുന്നു.